ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൽ നിന്നാണ് കാലുമാറി BJP ചേർന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ പാർലമെന്റ് മെമ്പർമാരും അസംബ്ലി നിയമസഭാ അംഗങ്ങളും കാലുമാറി ഏത് പാർട്ടി ചേർന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ നിന്ന് കാലുമാറി BJP പോയി. അപ്പോൾ ജനങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായി തുടങ്ങി രാജ്യത്താണ് തന്നെ BJP ഈ സമം കോൺഗ്രസ് എന്നുള്ള നിലയിലത്തേക്ക് കാര്യങ്ങൾ ആയിരിക്കുകയാണ്. ആരും ഏത് സമയം വേണോ കോൺഗ്രസിനോട് സലാം പറഞ്ഞ് BJP പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതുകൊണ്ട് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലുണ്ടായത് വേറെ രാഷ്ട്രീയ പശ്ചാത്തലവും വേറെ കാര്യങ്ങളാണ്. അത് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം വിലയിരുത്തുന്ന കൂട്ടത്തിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ കോർപ്പറേഷനിൽ BJPക്ക് 50 സീറ്റ് കിട്ടി. 50 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ 20ഓളം വരുന്ന സീറ്റിൽ കോൺഗ്രസും BJPയും തമ്മിൽ കൂട്ടായിരുന്നു, ഒത്തീർപ്പായിരുന്നു. അത് അത് പറയുന്നത് ശരിയാണെന്നുള്ള വിവരം വോട്ടിൻ്റെ പാറ്റേൺ നോക്കി അറിയാൻ പറ്റും. ഇപ്പം ഇന്ന് നടന്ന ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്കത് മനസ്സിലായല്ലോ. അതാ മറ്റൊരു കാര്യം, ഒരു 10ഓളം വരുന്ന സീറ്റെന്ന് പറഞ്ഞാൽ 50 വോട്ടിന് താഴെയാണ് തോറ്റത്. പല പ്രാദേശിക കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്. ഇപ്പം കോൺഗ്രസിനെ കൊണ്ട് ഒരു കാരണവശാലും മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനോ BJPയുടെ കടുത്ത വർഗീയത അവസാനിപ്പിക്കാനോ BJPയുടെ ഏകാധിപത്യ സമീപനത്തിനെതിരായിട്ട് പൊരുതാനോ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കോൺഗ്രസിന്റെ അംഗങ്ങൾ അവർക്ക് BJPക്ക് വോട്ട് ചെയ്തതിൽ അത്ഭുതമില്ല എന്നല്ലേ പറയുന്നത്? അത്ഭുതമില്ല എന്നല്ലേ ഞാൻ പറയുന്നു. കാര്യം വെച്ചാൽ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. ഇത് പരസ്യമായത് ഇങ്ങനെ പരസ്യമായി വോട്ടെടുപ്പ് വന്നതിൻ്റെ പേരിലാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. രഹസ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഇപ്പം നിയമസഭയിൽ ഞാൻ നിയമത്തെ മത്സരിക്കുമ്പോൾ ഒരു രാജ്യവും ജയിച്ചല്ലോ. മറ്റത്തൂർ കൂറുമാറ്റത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. അവിടെ നടന്നതിൽ അത്ഭുതമില്ല, രഹസ്യമായി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.